സംസ്ഥാന സർക്കാർ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോകുമ്പോൾ ശക്തമായ പ്രക്ഷോഭമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ പ്രക്ഷോഭത്തിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. കഴിഞ്ഞ 8 വർഷമായി പ്രതിപക്ഷത്താണ് UDF. എന്നാൽ അതിൽ നിന്നും കരുത്ത് നേടിയത് യൂത്ത് കോൺഗ്രസ് ആണ്. പ്രതിപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമോ അതിനെയൊക്കെ തട്ടിമാറ്റിയാണ് സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് ശക്തിയാർജിച്ചത്. ഒരു കൂട്ടം യുവ നേതാക്കൾ സംസ്ഥാനത്താകെ ഉയർന്നു വരികയും ചെയ്തു. അവർ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ശബ്ദമായി മാറാനും തുടങ്ങി. കണ്ണൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല. ശ്രീകണ്ഠാപുരം നഗരസഭയിൽ CPMൻ്റെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ഏവരെയും ഞെട്ടിച്ച വിജിൽ മോഹൻ അതേ രീതിയിൽ തന്നെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ യൂത്ത് കോൺഗ്രസിനെ നയിക്കാനെത്തിയത്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനായ വിജിൽ മോഹൻ ആണ്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം വിജിൽ മോഹൻ. ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷത്താണ് കഴിഞ്ഞ 8 വർഷമായി. നിങ്ങൾ തളരുകയല്ല, വളരുകയാണ് ചെയ്തതെന്ന് നിങ്ങളുടെ പ്രക്ഷോഭത്തിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്കത് കരുത്താവുകയാണോ ചെയ്തത്? സത്യത്തിൽ ഈ യുവജന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കരുത്താകുന്നത് സമരങ്ങളും പ്രക്ഷോഭങ്ങളുമാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി ഭരണത്തിൻ്റെ ഒരു സുഖവും അനുഭവിക്കാതെയാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും മലബാറിൽ, പ്രത്യേകിച്ചും കണ്ണൂരിൽ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം റെസ്റ്റില്ലാത്ത പ്രക്ഷോഭങ്ങളിലേക്ക് കടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ് ഈ മലബാറിലെ കണ്ണൂരിലെ സാഹചര്യം. ആ സാഹചര്യത്തിൽ ഒട്ടും വ്യത്യസ്തമല്ല ഈ കഴിഞ്ഞ കാലഘട്ടവും. ഈ 8 വർഷക്കാലവും ഓരോ ദിവസവും സമരങ്ങൾ ചെയ്യുവാനുള്ള കാരണങ്ങളും പ്രക്ഷോഭങ്ങൾ നടത്തുവാനുള്ള കാരണങ്ങളും ഒന്നിലധികമാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് ഈ 8 വർഷവും ഓരോ ദിവസവും സമരങ്ങൾ ചെയ്യാനുള്ള സമയം പോലും തികയാത്തൊരു സാഹചര്യമാണ്. അത്രയേറെ കാരണങ്ങളാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവരുടെ സമീപനത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി, സമരങ്ങളുടെ ഭാഗമായി പ്രതിപക്ഷ യുവജന സംഘടന എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസ് കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 8 വർഷക്കാലവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, ഈ തൊട്ടടുത്ത കാലഘട്ടങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സമരങ്ങളുടെ വേലിയേറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ണൂരിൽ നിന്ന് തുടങ്ങി വെച്ച ഒരു സമരം, നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നതു മുതൽ വിജിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് തെരുവിലായിരുന്നു. ആ സമരാഗ്നിയാണ് സംസ്ഥാനത്താകെ പിന്നീട് കത്തിപ്പടർന്നത്. ആ സമരം നിങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനം? ഈ വിഷയത്തിൽ ഞങ്ങൾ ആ മരണം നടന്ന ആ നിമിഷം മുതൽ സത്യത്തിൽ തെരുവിലിറങ്ങിയ ആത്മാർത്ഥമായി സമരം ചെയ്ത ഏറ്റവും മുന്നിൽ നിന്ന് സമരം ചെയ്ത യുവജന സംഘടന യൂത്ത് കോൺഗ്രസ് ആണ്. സംശയമില്ലാതെ നമുക്കത് പറയാൻ വേണ്ടി സാധിക്കും. അതിലേറ്റവും ആത്മാർത്ഥമായി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വേണ്ടിയും അത്തരം സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയും നിലപാടെടുത്ത സംഘടനയും യൂത്ത് കോൺഗ്രസ് ആണ്. നിരന്തരം സമരത്തിലൂടെയാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് CPM ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് 100% യൂത്ത് കോൺഗ്രസിൻ്റെ സമര വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ആ സമരത്തിൻ്റെ വിജയമെന്നോണം, യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിൻ്റെ വിജയമെന്നോണം കോൺഗ്രസ് അത് ഏറ്റെടുത്തു. ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം അത് ഏറ്റെടുത്തു. സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് അത് ഏറ്റെടുത്തു. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം അത് ഏറ്റെടുത്തു. ഇപ്പം നിലവിൽ അത് പാർട്ടി ഉന്നത തലങ്ങളിൽ അത് വളരെ മികച്ച രീതിയിലുള്ള ഒരു പോരാട്ടം അതിനുവേണ്ടി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വേണ്ടി പാർട്ടി നയിക്കുകയാണ്. നിലവിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം കൊടുത്തിരിക്കുന്ന കേസിൽ പാർട്ടി ഉൾപ്പെടെ കക്ഷി ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരുടെ കുടുംബത്തിന് നീതി പുലർത്തുന്നത് വരെ ഏതറ്റം വരെ പോകാനായാലും കോൺഗ്രസ് പാർട്ടിയും അതിന് പിന്തുണയായി സമരരംഗത്തേക്കാണെങ്കിലും തെരുവിലാണെങ്കിലും പ്രക്ഷോഭത്തിലാണെങ്കിലും യൂത്ത് കോൺഗ്രസും ശക്തിയുക്തം മുന്നോട്ടുണ്ടാവും. അവരുടെ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെയുള്ള പോരാട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടാവും. ഈ സമരങ്ങൾ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ എല്ലാ ദിവസവും നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ പ്രവർത്തകരാണെങ്കിൽ അത് ആവേശത്തോടെ വരികയും ചെയ്യുന്നുണ്ട്. ഈ നിരന്തരമുള്ള സമരം ആളെ കിട്ടാത്ത ഒരു പ്രശ്നത്തിലേക്കൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അല്ല, ആവേശത്തോടു കൂടി തന്നെയാണ് എല്ലാവരും? ഈ പർട്ടിക്കുലർ വിഷയം, ഈ നവീൻ ബാബുവിൻ്റെ വിഷയം സമരം തുടങ്ങുമ്പോൾ മുതൽ ഞങ്ങൾ പറഞ്ഞൊരു ഭാഗമുണ്ട്, ഇതൊരു രാഷ്ട്രീയ സമരമല്ല. ഞങ്ങൾ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന
സമരങ്ങൾ പോലെ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ നടത്തിയ സമരങ്ങളെ കാണരുത് എന്ന് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വൈകാരിക വിഷയമാണ്. വൈകാരിക വിഷയം എന്ന് പറയുന്നത് കേരള ജനത ഒന്നടങ്കം യൂത്ത് കോൺഗ്രസിൽ നിന്നും ആഗ്രഹിച്ച നിലപാടാണ് ഞങ്ങൾ ആ സമരത്തിലൂടെ ഞങ്ങൾ പ്രതിഫലിപ്പിച്ചത്. അത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയെ തളർത്താനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരാനോ ഞങ്ങളത് ഉപയോഗിച്ചിട്ടില്ല. ആ സമരത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ആ ഉദ്യോഗസ്ഥൻ്റെ ആത്മാവിനും നീതി കിട്ടാനുള്ള പോരാട്ടം, സത്യസന്ധമായ പോരാട്ടം, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അതൊരു ജനാധിപത്യ പോരാട്ടമായിട്ടാണ് ഞങ്ങളത് കണ്ടത്. ആ തരത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് പ്രവർത്തകർ ഒരു തെല്ലും പുറകോട്ടുണ്ടായിരുന്നില്ല. ഓരോ ദിവസവും കഴിയും തോറും സമരം കൂടുതൽ ശക്തി പ്രാപിച്ചു വരികയായിരുന്നു. ഒരു ദിവസം കഴിയുമ്പോൾ അടുത്ത സമരത്തിലേക്ക് വരുമ്പോൾ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിക്കുന്നതല്ലാതെ ഒരു ദിവസം പോലും കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ വിഷയത്തിൽ സമരം ചെയ്യാൻ വേണ്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അവർ വളരെ ആവേശഭരിതമായി ഞങ്ങളോട് പറയുന്നുണ്ട്. ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ഇനിയും ശക്തിയുക്തമായി സമരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വികാരം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്, പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പ്രവർത്തകർ എന്നതിലുപരിയായി പൊതുസമൂഹം ഞങ്ങൾക്ക് തരുന്ന ഒരു അക്സെപ്റ്റൻസ്, അതാണ് ആ സമരത്തിൽ ഞങ്ങളുടെ വിജയമായി കണ്ടത്. ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് അതൊരു കൊലപാതകമാണ് എന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പരാതി യൂത്ത് കോൺഗ്രസ് ഉണ്ട്. അതൊരു കൊലപാതകമാകാനുള്ളൊരു സാധ്യതയുണ്ടോ? തീർച്ചയായും ആ ഒരു സാധ്യതയെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. ഞങ്ങൾ തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഇനി ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും അത് 100% കൊലപാതക കുറ്റം ചുമത്തി ഈ പറഞ്ഞ പി ദിവ്യ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് തുടക്കത്തിലെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലുള്ള ഇപ്പം സംശയാസ്പദമായി പറയുന്ന കാരണങ്ങളൊക്കെ വ്യക്തമായിക്കൊണ്ട് അതൊരു കൊലപാതകത്തിലേക്ക് എത്താനുള്ള സാഹചര്യം കൂടി, അതിൻ്റെ സാധ്യത കൂടി ഞങ്ങൾ കാണുന്നുണ്ട്. അതിന് വലിയ സാധ്യത, ആ കൊലപാതകത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് നീതിയുക്തമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ അതിൽ പ്രതി ചേർക്കപ്പെടും. അത് കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിന് ഒരു സംശയമില്ല. ഇപ്പോൾ ഇനി നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്കൊക്കെയാണ് പോകാൻ ഇരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങൾ അതേ രീതിയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ ആ രീതിയിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങൾക്ക് ഏത് രീതിയിലുള്ള പിന്തുണയാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നത്? യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങൾക്കെല്ലാം, യൂത്ത് കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾക്കും സമരങ്ങൾക്കും എല്ലാം പൂർണ്ണമായും 100% നീതിപൂർവമായ ശക്തിയുക്തം ആയ ഒരു പിന്തുണ പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. KPCC ആയാലും DCC ആയാലും ഒക്കെ ഞങ്ങൾക്ക് വളരെ വലിയ പിന്തുണയാണ് നൽകി വരുന്നത്. അപ്പോൾ ഈ സമരങ്ങളൊക്കെ, യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങളൊക്കെ കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നവീൻ ബാബുവിൻ്റെ വിഷയം. രണ്ട് പാർട്ടിയുടേതായാലും യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും സമര രീതികൾ വ്യത്യസ്തമാണ്. യുവജന സംഘടനകളുടെ സമര രീതികൾ പോലെ അത്ര അഗ്രസീവ് ലെവലിലേക്ക് ആയിരിക്കില്ല ആ പാർട്ടി തരത്തിലുള്ള സമരങ്ങൾ വരിക. അപ്പോൾ ആ സമരങ്ങൾ രണ്ടും രണ്ട് രീതിയിലായിരിക്കുമെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസിൻ്റെ ആ വികാരം അല്ലെങ്കിൽ ആ ഒരു മുന്നോട്ട് വെക്കുന്ന ആശയം അതുപോലെ ഉൾക്കൊള്ളാൻ പാർട്ടി ലീഡർഷിപ്പിനും സാധിച്ചിട്ടുണ്ട്. പൂർണ്ണമായ പിന്തുണയാണ് പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വികാരം അത് പൊതുജനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഗവൺമെൻറ് എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങണം എന്നുള്ളൊരു വികാരത്തിലാണ് പൊതുജനങ്ങളുള്ളത്, കേരള ജനതയുള്ളത്. ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി വരുന്ന കാലങ്ങളിലും ശക്തമായ സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകും. എന്തായാലും ഈ സമര വേലിയേറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിരവധി കേസുകളും വരികയാണ്. പ്രവർത്തകർക്കൊക്കെ ആകെ കേസുകളാണ്. അത് ഒരു പ്രതിസന്ധിയാണോ? കേസുകൾ, രാഷ്ട്രീയ സമര കേസുകൾ എന്നും യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി തന്നെയാണ്. കാരണം കേസുകളുടെ മേലിൽ ഇവർ ചെയ്യുന്നത്, സമരം ചെയ്തതിൻ്റെ പേരിലെടുക്കുന്ന കേസുകളും കള്ളക്കേസുകളും ഒക്കെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വലിയൊരു ബാധ്യതയാണ്. സത്യത്തിൽ വലിയൊരു ബാധ്യതയാണ്. വലിയ തുകയാണ് കേസുകളുടെ പേരിൽ ഈ പിഴയായി ഇവർ ഈടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരമാവധി പാർട്ടി സഹായങ്ങൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കേസുകളെല്ലാം കുറേ കെട്ടിച്ചമക്കപ്പെട്ട കേസുകളുണ്ട്. അതൊക്കെ ഒരു നാൾ സത്യം പുറത്തു വരും. ഈ കേസുകളൊക്കെ തേച്ചു മായ്ക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് യൂത്ത് കോൺഗ്രസ്സുകാർ മുന്നോട്ട് പോകുന്നത്. കേസുകളുടെ കാര്യത്തിലുള്ള പ്രതിസന്ധികൾ അതിപ്പോൾ ഏത് യുവജന സംഘടനയായാലും ഒരുപോലെ ആയിട്ടുള്ള പ്രതിസന്ധികളാണ് കാണാൻ. ഈ പലർക്കും വിദേശത്ത് പോകാനും ജോലിക്ക് പോകാനും ഒക്കെ കഴിയാതെ ഇങ്ങനെ കേസുകളാൽ തളക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. യുവജന സംഘടനകളൊക്കെ നേരിടുന്ന ഒരു പ്രതിസന്ധിയായി, പരാതികളൊക്കെയായി നേതൃത്വത്തിന് മുന്നിലേക്ക് വരുന്ന ഒരു കാര്യം അത് തന്നെയല്ലേ? അതൊരു ആളുകൾ ഈ സമരത്തിലേക്കൊക്കെ വരുന്നതിന് ഒരു തടസ്സമായി നിൽക്കാനുള്ളൊരു സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? ഈ സമരങ്ങളിലേക്ക് പ്രവർത്തകർ കടന്നു വരുന്നത് അവരൊരിക്കലും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് വരുന്നതല്ല. അവരവരുടെ താല്പര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് തെരുവിലേക്ക് സമരവുമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ സമരം ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഇന്നത് നഷ്ടപ്പെടുമെന്ന് കരുതി സമരം ചെയ്യാനാണെങ്കിൽ ഈ കണ്ട പ്രവർത്തകരാരും അല്ലെങ്കിൽ യുവജനങ്ങളാരും സമരരംഗത്തേക്ക് കടന്നു വരില്ല.
അവരുടേതായ സാക്രിഫൈസ്, അവരുടെ ജീവിതത്തിൽ വരുന്ന വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് സമരരംഗത്തേക്ക് കടന്നു വരുന്നത്. പ്രതിസന്ധികളുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോകുന്നവർക്ക് പ്രതിസന്ധികളുണ്ട്, മറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കേണ്ടവർക്ക് പ്രതിസന്ധികളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവരാണ് ഈ സമരത്തേക്ക് കടന്നു വരുന്നത്. ഇതുവരെ യുവജനങ്ങൾ ആരും ആ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ഒരു വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് എനിക്കിന്ന വിഷയമുണ്ട് അതുകൊണ്ട് സമരം ചെയ്യാൻ ഞാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞ് ആരും മാറി നിന്നിട്ടില്ല. ആ സമരത്തിൽ ശക്തിയുക്തം മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വിഷയം വരുമ്പോൾ ഇപ്പോൾ കണ്ണൂരിൽ നടക്കുന്ന സമരങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിനൊഴികെ മറ്റ് സംഘടനകളുടെ സമരത്തിന് കാര്യമായ ആളെ കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ സമരങ്ങളൊക്കെ വീക്ഷിക്കുമ്പോൾ കാണുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ പ്രവർത്തകർ അത് ഏത് തരത്തിലാണ് നിങ്ങൾക്ക് ആവേശമാകുന്നത്? അല്ല, ഈ പ്രവർത്തകരുടെ പാർട്ടിസിപ്പേഷനാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആവേശം. ഞങ്ങളിപ്പോൾ ഒരു സമരം നടത്തണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമരത്തിൻ്റെ വിഷയം പറയുമ്പോൾ, അത് പ്രവർത്തകർ എത്രത്തോളം അത് അബ്സോർവ് ചെയ്യുന്നുണ്ട്, ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സമരരംഗത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിൽ കാണുന്ന ആ നിറഞ്ഞ പങ്കാളിത്തം എന്ന് പറയുന്നത്. അത് ആ വിഷയത്തിൻ്റെ മുകളിലുള്ള ആത്മാർത്ഥതയാണ്, സംഘടനയോടുള്ള ആത്മാർത്ഥതയാണ്. ഈ സംഘടനയെ ഇനിയും ഏറ്റെടുത്തുകൊണ്ട് ഈ സംഘടന ഇല്ലാതാവാൻ വേണ്ടി പാടില്ല എന്നുള്ള വികാരം, അല്ലെങ്കിൽ ഈ സംഘടന മുന്നോട്ട് വെക്കുന്ന സമരത്തിൻ്റെ ആവേശങ്ങൾ കെടാൻ പാടില്ല എന്നുള്ള ആവേശമാണ് പ്രവർത്തകരുടെ ഈ പങ്കാളിത്തം. അത് വലിയൊരു കരുത്താണ് സംഘടനയുടെ. ഈ ജില്ല ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ആ സംഘടനയെ നയിക്കുമ്പോൾ വലിയൊരു കരുത്തായിട്ടാണ് ഞാൻ ആ ഒരു ആളുകളുടെ പങ്കാളിത്തത്തെ കാണുന്നത്, പ്രവർത്തകരുടെ വികാരത്തെ കാണുന്നത്. ഒരു പരിധിക്കപ്പുറം പ്രവർത്തകരുടെ വികാരങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഒരു വലിയ സത്യസന്ധമായ കാര്യമാണ്. ആ വികാരങ്ങൾ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട്, പ്രവർത്തകരുടെ ആവേശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതൃത്വവും നിലപാടുകളും യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്നതുകൊണ്ടാണ് തുടർ സമരങ്ങളിൽ ഞങ്ങൾക്ക് നിറഞ്ഞ പങ്കാളിത്തം ലഭ്യമാകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം. ഈ പ്രവർത്തകർ ഇങ്ങനെ വലിയ ആവേശത്തിൽ നിങ്ങൾക്കൊപ്പം യൂത്ത് കോൺഗ്രസിന് കരുത്തായി നിൽക്കുമ്പോൾ പല പ്രശ്നങ്ങളും സംഘടനയിൽ വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ മാടായി കോളേജുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം ഉണ്ടായി. നിങ്ങൾ നേതൃത്വത്തോട് നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ അടിയും ചവിട്ടുമേറ്റ് പ്രവർത്തകർ നിൽക്കുമ്പോൾ, അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു തൊഴിൽ പോലും തേടാൻ കഴിയാത്ത രീതിയിൽ കേസുകളിലും മറ്റും പെട്ടു നിൽക്കുന്ന പ്രവർത്തകർ, ആ പ്രവർത്തകരെ ഈ സഹകരണ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങളിലൊക്കെ വരുമ്പോൾ അവരെ തഴയുന്നു. അതൊരു പ്രശ്നം തന്നെയല്ലേ? തഴയുന്നു എന്നുള്ള ഒരു കാര്യം പൂർണ്ണമായും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പഴയ കാലങ്ങളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ അക്കോമഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ പല രീതിയിലും ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നിങ്ങൾ ഈ ചോദിച്ച പർട്ടിക്കുലർ വിഷയത്തിൽ നിലവിലിപ്പോൾ ഒരു അഭിപ്രായം പറയാൻ പറ്റിയ സാഹചര്യമല്ല. കാരണം മാടായി കോളേജ് വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട് യൂത്ത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ DCC നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ആ നിലപാടുകളെ ഒക്കെ അവർ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും അതിൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകർക്കും ലീഡർഷിപ്പിനും ഒരുപോലെ അംഗീകരിക്കാവുന്ന ഒരു നിലപാടുകളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് അവരുടെ അന്വേഷണ കമ്മീഷൻ വെക്കുകയും അവരുടെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നു. ഇപ്പം നിലവിൽ അച്ചടക്ക സമിതിയുടെ ചെയർമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു നിർദ്ദേശമുണ്ട്, മേൽ വിഷയത്തിൽ പരസ്യമായ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ പരസ്യ പ്രസ്താവനകളോ ഒന്നും പാടില്ല എന്നുള്ളത് കൊണ്ട് ആ വിഷയത്തിൽ നിലവിൽ അഭിപ്രായം പറയുന്നതിൽ പരിമിതികളുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ നിലവിൽ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ പഴയ അവസ്ഥകളെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള അക്കോമഡേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ഇനിയും ഉയരാനാണ് സാധ്യത. കാരണം പാർട്ടി ലീഡർഷിപ്പ് യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും സംരക്ഷിക്കുന്ന നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കൃത്യമായ അംഗീകാരങ്ങൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നത്. ഈ മാടായി വിഷയം അവിടെ വെച്ചാൽ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സമാനമായി, ഇപ്പോൾ കൊളച്ചേരിയിലും സമാനമായ രീതിയിലുള്ള ഒരു പരാതികൾ വരികയാണ്. ഇത്തരം സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനങ്ങൾക്ക് ഒരു പാർട്ടിയുടെ ഒരു കടിഞ്ഞാൺ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു നിയന്ത്രണം, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നിലപാട്, അത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു നിയമനങ്ങൾ വേണം എന്ന് ശക്തമായി തന്നെ ആവശ്യപ്പെടുകയാണ്. ആ ഒരു അഭിപ്രായം യോജിക്കുന്നുണ്ട്. 100% പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള നിയമനങ്ങളാണ് പാർട്ടി നിയന്ത്രണത്തിലുള്ള എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും വേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഒരു പരിധി വരെ ഇപ്പോൾ പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ, ഒരു പരിധിയല്ല, എനിക്ക് തോന്നുന്നത് 100% പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള നിയമനങ്ങളാണ് ഇപ്പോൾ സഹകരണ ബാങ്കുകളിലൊക്കെ, ജില്ലയിലെ സഹകരണ ബാങ്കുകളിലൊക്കെ നടക്കുന്നത്.
ഇപ്പോൾ ഈ പറഞ്ഞ കൊളച്ചേരി ആയാലും DCC നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള നിയമനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അല്ലാതെ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടെങ്കിൽ, അതിപ്പോൾ ഇന്ന് ഉയർന്നു വരുന്ന വിവാദങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. അത് പരിഹരിക്കപ്പെടുന്ന രീതിയിലുള്ള, രമ്യമായി പരിഹരിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ചർച്ചയ്ക്ക് യൂത്ത് കോൺഗ്രസും പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെടും. പാർട്ടി നേതൃത്വം പോസിറ്റീവായിട്ട് തന്നെയാണ് ആ കാര്യത്തിലും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മറുപടി. അവരത് പരിഹരിക്കും. എന്തെങ്കിലും വിഷയം യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടെങ്കിൽ അത് 100% യൂത്ത് കോൺഗ്രസ്സുകാരുടെ വികാരം ഉൾക്കൊണ്ട് പരിഹരിച്ചിട്ടേ മുന്നോട്ട് പോകുള്ളൂ എന്ന് പാർട്ടി നേതൃത്വം ഉറപ്പ് വന്നിട്ടുണ്ട്. ഈ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം ഇപ്പോൾ പാർട്ടിക്കുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസിനെ കേൾക്കുക, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് പാർട്ടി നേതൃത്വം മാറിയിട്ടുണ്ടോ? തീർച്ചയായും മാറിയിട്ടുണ്ട്. കാരണം ഈ ഒരു പുതിയ തലമുറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, യുവജനങ്ങളാരും രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാത്തൊരു സാഹചര്യമാണ്. എല്ലാവരും വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദേശത്തേക്ക് ചേക്കേറുന്ന, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടുത്തെ ഭരണത്തിൻ്റെ ആളുകളുടെ ചെയ്തികൾ കൊണ്ട് കടന്നു വന്നിട്ടുണ്ട്. യുവജനങ്ങൾ ആരും ഈ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാത്തൊരു സാഹചര്യത്തിൽ കടന്നു വരുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. പാർട്ടി 100% ചെയ്തില്ലെങ്കിൽ, സംരക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യുവജന സംഘടനാ പ്രവർത്തന രംഗത്തിൽ നിന്നും യൂത്തുകാരൊക്കെ ഒരു മാറിപ്പോകും. അപ്പോൾ അവർ മാറിപ്പോവാത്ത തരത്തിലേക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പാർട്ടി യൂത്ത് കോൺഗ്രസ്സുകാരെ 100% കേട്ടുകൊണ്ട്, അവരുടെ വികാരം കേട്ടുകൊണ്ട് ഏത് തരം വരെ അവർ അംഗീകരിക്കാൻ വേണ്ടി പറ്റുമോ ആ തരം വരെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാർട്ടി ലീഡർഷിപ്പ് പോകുന്നത്. KPCC ആയാലും DCC ആയാലും ആ തരത്തിൽ തന്നെയാണ് പോകുന്നത്. അവർ KPCC തലത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരുടെ കേസുകൾ, KSUക്കാരുടെ കേസുകൾ തീർക്കുന്നതിന് സെല്ലുകൾ, ലീഗൽ സെല്ലുണ്ടാക്കി. അതൊക്കെ പാർട്ടി കാലക്രമേണ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ചെറുപ്പക്കാരെ ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി, ചെറുപ്പക്കാരെ ഇതിനകത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ്. അതൊക്കെ 100% സ്വീകാര്യമായ, അംഗീകരിക്കാവുന്ന നിലപാടുകളാണ് പാർട്ടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഒരു പ്രതിസന്ധിയെ നേരിടുന്നുണ്ടോ ഈ പുതിയ യുവാക്കളൊക്കെ കടന്നു വരാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയെ എല്ലാ യുവജന സംഘടനകളും നേരിടുന്നുണ്ടോ? തീർച്ചയായും മുഴുവൻ യുവജന സംഘടനകളും നേരിടുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ യുവജനങ്ങൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ അരാഷ്ട്രീയവാദികളായി കടന്നു പോകുന്നു എന്നുള്ളത്. ഒരു പരിധിവരെ ക്യാമ്പസ് രാഷ്ട്രീയം, പണ്ടൊക്കെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളുകൾ യുവജന സംഘടനയിലേക്കും കടന്നു വരുന്നത്. ഇപ്പോൾ പല ക്യാമ്പസുകളിലും രാഷ്ട്രീയം വേണ്ട എന്നുള്ള നിലപാടുകൾ എടുക്കുന്നത് സത്യത്തിൽ ഈ യുവജനങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ തന്നെ ആപത്തിലേക്ക് ആക്കുന്ന ഒരു വലിയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് കാണാൻ കഴിയുന്നത്. കമ്പാരിറ്റീവ്ലി യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ പ്രശ്നം ഞങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം മറ്റ് സംഘടനകളെ അപേക്ഷിച്ച് കൂടുതൽ പിന്തുണയും പ്രവർത്തകരും ഇന്നിപ്പം നിലവിലുള്ളത് യൂത്ത് കോൺഗ്രസിന് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിൻ്റെ മുൻകാല ചരിത്രമൊക്കെ എടുത്താൽ യൂത്ത് കോൺഗ്രസ്സിന് ഒരു വോയിസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് യൂത്ത് നേതാക്കൾ, ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും അത്തരം നേതാക്കളെ കേൾക്കാൻ നേതൃത്വം തയ്യാറായി വരുന്നു. അവരുടെ നിലപാടുകൾ, അഭിപ്രായങ്ങൾ, അതൊക്കെ പാർട്ടിയുടെ അഭിപ്രായങ്ങളായി പുറത്തേക്ക് വരുന്നു. അതൊരു ശുഭ സൂചനയല്ലേ? വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൂചനയാണ്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം UDF നേരിട്ടൊരു സമയമായിരുന്നു. ആ പരാജയം നേരിട്ട തെരഞ്ഞെടുപ്പെങ്കിലും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും, യുവജനങ്ങൾക്ക് വലിയ പ്രാതിനിധ്യം കിട്ടിയ, കാൻഡിഡേറ്റ്ഷിപ്പിലേക്ക് വലിയ പ്രാതിനിധ്യം കിട്ടിയൊരു തെരഞ്ഞെടുപ്പായിരുന്നു. പരാജയം നേരിട്ടു എന്നുള്ളത് മറ്റൊരു സൈഡാണ്. എന്നിരുന്നാൽ പോലും യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ പരിഗണിച്ചൊരു തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായാലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ഇപ്പം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായാലും യുവജനങ്ങൾക്ക് വലിയൊരു സ്വീകാര്യത ലഭിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്. ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത പാലക്കാടിൻ്റെ ഭൂരിപക്ഷം അവിടുത്തെ UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. അത് യുവജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയുടെ ഭാഗമാണ്. അതുപോലെ വടകര MP ആയി മത്സരിച്ച ഷാഫി പറമ്പിൽ, അദ്ദേഹം അവിടെ വന്നപ്പോൾ തൊട്ട് അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത് ചില്ലറയല്ല. ആ വെല്ലുവിളികളൊക്കെ മറികടന്നുകൊണ്ട് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഷാഫിയെ എത്തിച്ചതും ആ യുവജനങ്ങൾക്ക് പൊതുനിരത്തിൽ കിട്ടുന്ന അക്സെപ്റ്റൻസിൻ്റെ ഭാഗമാണ്. ആ ഒരു വികാരം, ആ ഒരു പൾസ് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്, മുന്നണി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുവാക്കളുടെ അഭിപ്രായത്തിന്, നിലപാടുകൾക്ക്, അവരുടെ അഭിപ്രായങ്ങൾക്ക് പാർട്ടി കൃത്യമായി വില നൽകുന്നതും അവർക്ക് നൽകുന്ന സ്വീകാര്യത ലഭിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി പറയുന്നത് കൂടുതൽ യുവജനങ്ങൾ വരും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ പാർട്ടി പറയുന്ന തരത്തിലേക്ക് യുവജനങ്ങൾക്ക് കൂടുതൽ അവസരം കിട്ടുന്ന, യുവജനങ്ങളെ കൂടുതൽ പാർട്ടിയിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന നിലപാടുകൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ സ്വീകാര്യത യൂത്ത് ലീഡർഷിപ്പിനും കിട്ടുന്നത്. നമ്മൾ ഈ നേതാക്കളുടെ അഭിപ്രായങ്ങൾ പാർട്ടി മാനിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ പുനഃസംഘടനകളൊക്കെ വരുമ്പോൾ ഈ നേതാക്കൾ യൂത്ത് കോൺഗ്രസിൽ നിന്നും പാർട്ടി പ്രവർത്തനത്തിലേക്കൊക്കെ കടക്കുന്ന നേതാക്കൾക്ക് ഒരു പരിഗണന കിട്ടാത്ത ഒരു സാഹചര്യം
വരികയാണ്. ഇനിയൊരു പുനഃസംഘടന വരുമ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് യൂത്ത് കോൺഗ്രസ്സിന് ഉറപ്പുണ്ടോ? പൂർണ്ണമായും യൂത്ത് ലീഡർഷിപ്പിന് അങ്ങനെ ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റുമാരെയൊക്കെ ഡയറക്റ്റ് DCC വൈസ് പ്രസിഡൻ്റായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് യൂത്ത് ലീഡർഷിപ്പിനെ പരിഗണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതിനുശേഷം ഇങ്ങോട്ട് പുനഃസംഘടന നടക്കാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ ഒരു അക്കോമഡേഷൻ യൂത്ത് ലീഡർഷിപ്പിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമില്ലാത്തത്. തീർച്ചയായും ഇപ്പോൾ വരുന്ന പാർട്ടി പുനഃസംഘടന വരുന്നു എന്നറിയുന്നു. പുനഃസംഘടന വരുമ്പോൾ നിലവിൽ തന്നെ ഇതിനോടകം തന്നെ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്, യുവാക്കളെ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും കഴിഞ്ഞ യൂത്ത് ലീഡർഷിപ്പിനെ മുഴുവൻ വരുന്ന പുനഃസംഘടനയിലേക്ക് പരിഗണിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിക്കും. എന്തായാലും നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് യൂത്താണ് കരുത്ത് എന്ന കാര്യം. സ്വാഭാവികമായും ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പഴയ ഒരു ടിപ്പിക്കൽ പൊളിറ്റിക്സിൽ നിന്നും മാറി ഒരു ജനറേഷൻ തന്നെ മാറി വരുമ്പോൾ പുതിയ ജനറേഷൻ്റെ പൾസ് അറിയുന്ന ആളുകൾ ഈ പൊളിറ്റിക്സിലേക്ക് കടന്നു വരണമെന്നുള്ളത് ലീഡർഷിപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പരിഗണന യുവജനങ്ങൾക്ക് മുഴുവൻ ലഭിക്കുന്നുണ്ട് പാർട്ടിയിലുള്ള. എന്തായാലും ഈ ഷാഫി പറമ്പിൽ നമുക്ക് എല്ലാവരും വലിയ തോതിൽ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന നേതാവാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം വടകരയിൽ സ്ഥാനാർത്ഥിയായി വന്ന ആ നിമിഷം തന്നെ അതുണ്ടാക്കിയ ഒരു ഓളം അത് സംസ്ഥാനത്തെ മറ്റൊരു സ്ഥാനാർത്ഥിക്കും ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ നേതാക്കളൊക്കെ ഏത് രീതിയിലായിരിക്കും ഇനി കോൺഗ്രസിൽ മുന്നോട്ടേക്കുണ്ടാവുക? അപ്കമിങ് ലീഡർഷിപ്പാണ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ അഭിപ്രായം കൃത്യമായി പാർട്ടി മാനിച്ചിട്ടുണ്ട്. അവർ പറയുന്ന അഭിപ്രായങ്ങൾ പാർട്ടിക്ക് ഗുണകരമായ അഭിപ്രായങ്ങളായതുകൊണ്ടാണ് അത് മാനിക്കുന്നത്. ഇപ്പോൾ ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ചതിൻ്റെ ഇമ്പാക്റ്റ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിൽ അവർ യുവജനങ്ങളെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടി ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. ഷാഫിയെ പോലുള്ള, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള യുവ നേതൃനിരയെ, കോൺഗ്രസിൻ്റെ യുവ നേതൃനിരയെ എതിർ പാർട്ടിക്കാരും എതിർ കക്ഷികളും എത്രത്തോളം ഭയക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടി നമ്മൾ അതിൽ കണ്ടു. ഷാഫിക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് ഒരു കണക്കുമില്ല. കാഫിർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ, ബോംബ് രാഷ്ട്രീയം ഉൾപ്പെടെ, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഷാഫി പറമ്പലിനെതിരെ കൃത്യമായി പറഞ്ഞു. പക്ഷെ അതൊന്നും ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല ഞങ്ങളെ. അതേപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ സമയം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വേട്ടുകാരാണ്. വീട് വളഞ്ഞ് വെളുപ്പിന് അറസ്റ്റ് ചെയ്യുന്നു. സമര പോരാട്ടങ്ങളുടെ ഭാഗമായി 2-3 തവണ ജയിൽവാസത്തിലേക്ക് ഒരു സംസ്ഥാന അധ്യക്ഷനെ കടത്തിവിടുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ മുതൽ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു? ട്രോളി വിവാദം ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പലിനെയും പോലുള്ള നേതാക്കൾക്കെതിരെ അവർ പടച്ചുവിട്ടു. പക്ഷെ അതൊന്നും ഏറ്റിട്ടില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവർ ഈ പടച്ചുവിടുന്ന ആരോപണങ്ങൾ മുഴുവൻ കോൺഗ്രസിൻ്റെ നേതൃനിരയെ അവർ വളരെ വലിയ രീതിയിൽ ഭയക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ യുവ നേതാക്കൾക്കെതിരെയുള്ള അവരുടെ ഈ പോരാട്ടം എന്ന് പറയുന്നത്. എന്തായാലും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്ത് സ്ഥാനാർത്ഥിയായ ഘട്ടം മുതൽ വലിയ തോതിലുള്ള ചർച്ച അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ രീതിയെക്കുറിച്ച്, അല്ലെങ്കിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി പ്രസിഡന്റായ ഒരാൾ എന്നുള്ള രീതിയിലാണ് DYFI ഉൾപ്പെടെ അവിടെ അതിശക്തമായ ഒരു പ്രചരണമൊക്കെ അഴിച്ചു വിട്ടത്. ആ വിവാദം പാർട്ടിയിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചലനം ഉണ്ടാക്കുമെന്ന് നേതൃത്വം അന്ന് ഭയന്നിരുന്നു. പാലക്കാട് ഉൾപ്പെടെ പ്രചരണ രംഗത്തും ആ പ്രവർത്തന രംഗത്തും ഒക്കെ സജീവമായിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഏത് രീതിയിലാണ് ഈ വ്യാജ ഐഡന്റിറ്റി കാർഡ് വിവാദമൊന്നും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിനു മുമ്പും ഈ വ്യാജ ഐഡന്റിറ്റി കാർഡ് വിവാദം കത്തി നിന്ന കാലഘട്ടത്തിൽ പോലും ഇത് ഒരു തരത്തിലും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് ഈ വ്യാജ ഐഡന്റിറ്റി കാർഡ് എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ, അവരാണല്ലോ ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അവർക്ക് ഇതിൻ്റെ പേരിൽ ഒരു സിംഗിൾ കേസെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. FIR ഇടാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. ഇവർ പറയുന്ന ആരോപണങ്ങൾ വെച്ച് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാനോ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനോ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും സാധിച്ചിട്ടില്ല. ഒരു സിംഗിൾ തെളിവ് അതിനുവേണ്ടി ശേഖരിക്കാനും ഈ പറഞ്ഞ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. വെറുതെ അന്തരീക്ഷത്തിൽ വിടുന്ന ഒരു ആരോപണമായി മാത്രമേ ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും DYFI പോലെ ഫ്രീസറിൽ കഴിയുന്ന ഒരു യുവജന സംഘടനയ്ക്ക് മറ്റ് വിഷയങ്ങളിൽ പ്രതികരിക്കാൻ കഴിയാതെ അവരൊക്കെ സമരസപ്പെടുകയാണ്. സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കും യുവജന വിരുദ്ധ നിലപാടുകൾക്കും സമരസപ്പെടുന്ന അവർക്ക് മറ്റു വിഷയങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പം ആശയദാരിദ്ര്യം കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ മുകളിൽ ആരോപിക്കുന്ന ഒരു ആരോപണമായിട്ട് മാത്രമേ ഈ വ്യാജ ഐഡന്റിറ്റി കാർഡ് വിവാദത്തെ ഞങ്ങൾ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു സംഭവം
ഒരു തരി പോലും വ്യാജ ഐഡന്റിറ്റി കാർഡിന്റെ കാര്യത്തിൽ ഒരു തെളിവോ അത്തരമൊരു യാഥാർത്ഥ്യമോ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾക്ക് ഈ വ്യാജ ഐഡന്റിറ്റി കാർഡ് വിവാദം ഉന്നയിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം 100% സുതാര്യമായി AI സിസ്റ്റത്തോടു കൂടി വ്യാജ ഐഡന്റിറ്റി കാർഡ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടികയുമായി നേരിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ആപ്പിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഈ വ്യാജ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് പിന്നെ തെറ്റായ ഒരു ഐഡന്റിറ്റി കാർഡ് എപ്പിക് നമ്പറോ അല്ലെങ്കിൽ ആ ഒരു പേരോ അടിക്കുകയാണെങ്കിൽ ആ ഒരു മെമ്പർഷിപ്പ് ഒരു തരത്തിലും വാലിഡ് ആവില്ല. കൃത്യമായും ഒറിജിനലായ ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരമുള്ള വാലിഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനോ വോട്ട് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നാണ് പറയാനുള്ളത്. ഇതേ ആരോപണം ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്ന അതേ ആരോപണം തന്നെ മറ്റ് ഗ്രൂപ്പ് യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് ഗ്രൂപ്പുകൾ നേതാക്കളൊക്കെ തന്നെ ആരോപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ തന്നെയാണോ പ്രതികരണങ്ങളൊക്കെ നടത്തിയത്? അല്ല, ഇതിൽ ഞാനും മനസ്സിലാക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരുദ്ദേശിച്ച തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കാത്ത ആളുകൾ അവരുടെ ഒരു ഇത് മറച്ചു വെക്കാൻ വേണ്ടി ഉന്നയിച്ച ആരോപണമായിട്ട് എനിക്കതിനെ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും ആ ഒരു രീതിയിൽ ഇവർക്ക് ഉന്നയിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സംശയമുണ്ടെങ്കിൽ തന്നെ അവരത് ഉന്നയിക്കേണ്ടത് എവിടെയായിരുന്നു? അഖിലേന്ത്യാ നേതൃത്വത്തിന് മുമ്പാകെ പരാതി കൊടുക്കണം, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് മുമ്പാകെ പരാതി കൊടുക്കണം. അവർ ആ ഒരു തരത്തിലൊന്നും പരാതികൾ കൊടുക്കാതെയോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായും അവർക്ക് ന്യായം ലഭിക്കേണ്ട പക്ഷത്ത് സമീപിക്കാതെ അന്തരീക്ഷത്തിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇപ്പം ഏതെങ്കിലും ഒരു ഭാരവാഹി അല്ലാത്ത ആളുകളൊക്കെ അത് അത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നതൊക്കെ ആ ഒരു തരത്തിൽ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് വേറൊരു ഈ ആരോപണങ്ങളല്ലേ ശരിക്കും ഡിവൈഎഫ്ഐ ഏറ്റെടുത്തപ്പോൾ അതിൽ ഒന്നാം പ്രതിയായി നിൽക്കുന്നത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആളുകളല്ലേ? അതിൽ പിന്നെ ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ടിയിൽ ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യം കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ഈ ഉൾപാർട്ടി ജനാധിപത്യം ഉള്ളതുകൊണ്ട് നമുക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാം, ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വേണമെങ്കിലും പറയാം. അത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുമ്പോൾ ആളുകൾ അങ്ങനെ പൊതുസമൂഹത്തിൽ അത് പറയുമ്പം ഡിവൈഎഫ്ഐക്കാർ അങ്ങനെ ഏറ്റെടുത്തു എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ പിന്നീട് ആരോപണങ്ങൾ അത് തെറ്റാണെന്ന് തോന്നുമ്പോൾ ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച ആളുകളൊക്കെ അതിനകത്ത് നിന്ന് പിൻവാങ്ങി. എന്നിട്ട് പോലും ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ മറ്റു യുവജന സംഘടനകൾ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിനെതിരെ ആരോപിച്ചുകൊണ്ടിരിക്കുക, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷയദാരിദ്ര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും അത് ഏറ്റുപിടിക്കുന്നത്. ഡിവൈഎഫ്ഐക്ക് പറയാൻ വേറെ ഒരു വിഷയങ്ങളും നിലവിൽ അവർക്ക് ഏറ്റെടുക്കാൻ, അവരുടെ ഒരു സമരസപ്പെടൽ കൊണ്ട് അവർക്ക് മറ്റൊരു വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയേണ്ടതെന്ന് കരുതി യൂത്ത് കോൺഗ്രസിനെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റി സാധിക്കുള്ളൂ. നമ്മൾ ഈ ആരോപണങ്ങൾ ഒക്കെ രാഹുൽ മാങ്കൂട്ടം നേരിട്ട അതേ ആരോപണം വിജിൽ മോഹനെതിരെയും വന്നിരുന്നു. കണ്ണൂരിലും സമാനമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആക്ഷേപങ്ങളൊക്കെ വന്നിരുന്നു. അതിൽ ഫർസിൻ മജീദ്, താങ്കൾക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ഫർസിൻ മജീദ് പരസ്യമായി തന്നെ താങ്കൾക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ആരോപണം ശരിയായ രീതിയിലല്ല തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് പരസ്യമായി തന്നെ ഫർസിൻ മജീദ് പറയുകയും ചെയ്തിരുന്നു. ആ ആരോപണം കേട്ടപ്പോൾ എന്ത് തോന്നിയിരുന്നു? ഞാൻ മനസ്സിലാക്കുന്നത് ഫർസിൻ മജീദ് വ്യാജ ഐഡന്റിറ്റി കാർഡിൻ്റെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അങ്ങനൊരു ആരോപണം ഫർസിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് രീതിയോട് അദ്ദേഹത്തിനൊരു വിയോജിപ്പുണ്ടായിരുന്നു. യഥാർത്ഥ വോട്ടർമാരല്ല വോട്ട് ചെയ്തത് എന്ന് അദ്ദേഹം അല്ല, അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് രീതി അദ്ദേഹത്തിന് വ്യക്തിപരമായ വിയോജിപ്പുണ്ട്. ഈ ഓൺലൈൻ തെരഞ്ഞെടുപ്പ് രീതിയോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട്. അത് പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ആ തെരഞ്ഞെടുപ്പുകളുടെ വിയോജിക്കുന്നവരും അനുകൂലിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാവും. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചവർക്കും പലർക്കും അഭിപ്രായം ഉണ്ടാവും, ഈ തെരഞ്ഞെടുപ്പ് ശരിയാണോ അല്ല. ഏതൊരു വിഷയത്തിലും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ. അത് ആ തെരഞ്ഞെടുപ്പ് രീതി ശരിയല്ല എന്നുള്ളത് അദ്ദേഹം പ്രകടിപ്പിച്ചു. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിനകത്ത് വേറെ വ്യക്തിപരമായി ഞാനും ഫർസിനും തമ്മിലൊരു വിഷയമില്ല. ഞങ്ങളിപ്പോഴും സംഘടനാ പ്രവർത്തന രംഗത്ത് ഒരുമിച്ച് പോകുന്ന ഈ യൂത്ത് കോൺഗ്രസിനെ വളരെ ശക്തിയുക്തം കെട്ടിപ്പടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് പോരാടുന്ന ആളുകളാണ്. താങ്കളുടെ ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്നടക്കം ഫർസിൻ മജീദ് വിട്ടുനിന്നത് വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ ആയിരുന്നു. അദ്ദേഹം മറ്റു രീതിയിലാണ് പാർട്ടിയെ അറിയിച്ചെങ്കിൽ കൂടി അതൊക്കെ ഒരു തെറ്റായ ഒരു സന്ദേശം യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടില്ല. തെറ്റായ സന്ദേശം ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മുൻകൂട്ടി അറിയിച്ചുകൊണ്ടാണ് ആ സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്നും എത്താൻ പറ്റില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ
അങ്ങനെ വിയോജിപ്പുകൾ പരസ്യമായി രേഖപ്പെടുത്തുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് പരസ്യമായി വേറെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ പറയുകയോ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം പിന്നീട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും അദ്ദേഹം മറുപടി പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. വ്യക്തിപരമായ എൻ്റെ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളത് പോയത്. അത് മുൻകൂട്ടി അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വിഷയത്തിൽ. ഒരു തരത്തിലുള്ള ഒരു അഭിപ്രായ ഭിന്നതയും നിലവിൽ നിൽക്കുന്നില്ല. ഇല്ല, സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘടനക്ക് ഉള്ളിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ എനിക്കും അദ്ദേഹത്തിനും ഇടയിൽ ഉണ്ടാവാം. പക്ഷെ അതൊരു തരത്തിലും സംഘടനക്ക് മോശം വരുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല. സംഘടനാ പ്രവർത്തന രംഗത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. എല്ലാ പരിപാടികളിലും എല്ലാ പ്രവർത്തനങ്ങളിലും കൂടി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സംസ്ഥാന തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം പോലെ തന്നെ ചർച്ചയായതാണ് വിജിൽ മോഹൻ്റെ വിജയവും. കാരണം ഇവിടെ കെ സുധാകരൻ്റെ ഒരു നോമിനി, അദ്ദേഹം വിജയിക്കുക എന്നതാണ് ഇവിടുത്തെ ഒരു പാരമ്പര്യം. പക്ഷേ എ ഗ്രൂപ്പിൻ്റെ ഒരു പ്രതിനിധിയായി ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിന്ന വിജിൽ മോഹൻ ഒരു അട്ടിമറി വിജയമാണ് ഇവിടെ നേടിയത്. അപ്പോൾ സ്വാഭാവികമായും ഒരു എ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായി വരുമ്പോൾ മറ്റാളുകളിൽ നിന്നൊരു നിസ്സഹകരണം ഉണ്ടാകും. അതൊരു പ്രതിസന്ധിയായി വിജിൽ മോഹൻ നേരിടുന്നില്ലേ? ഇത് സത്യത്തിൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലഘട്ടം മുതൽ യൂത്ത് കോൺഗ്രസ് 2 വിഭാഗങ്ങളായിട്ടാണ് മത്സരിക്കുക. പണ്ടൊക്കെ ഗ്രൂപ്പ് പ്രത്യക്ഷത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു മത്സരിക്കുക. ഇപ്പോൾ പുതിയൊരു നേതൃത്വം വന്നതിന് ശേഷം പ്രത്യക്ഷ ഗ്രൂപ്പുകളില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ നിലവിൽ പ്രത്യക്ഷ ഗ്രൂപ്പുകൾ ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു വന്നത്. സ്വാഭാവികമായിട്ടൊരു മത്സരമാകുമ്പോൾ 2 പേർ തമ്മിൽ മത്സരിക്കും. അതിലൊരാൾ ജയിക്കും, ഒരാൾ പരാജയപ്പെടും. ആ ഒരു കാര്യം ഇലക്ഷന് ശേഷം അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നല്ലാതെ മറ്റ് അവസ്ഥകളൊന്നും അതിനകത്തില്ല. അപ്പം ഞാൻ വിജയിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പരാജയപ്പെട്ട ആളുകൾക്ക് അവരുടേതായ വിഷമങ്ങളും അതൃപ്തികളും ഉണ്ടാവും എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ പിന്നീട് സംഘടനാ പ്രവർത്തനത്തെ ഒരു തരത്തിലും അത് ബാധിച്ചിട്ടില്ല. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിസൾട്ട് പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് ഒരു തരത്തിലും സംഘടനയെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഗ്രൂപ്പ് പ്രവർത്തനങ്ങളോ പരസ്പരം പഴിചാരുന്നോ പരസ്പരം കരിവാരിത്തേക്കുന്ന തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്കും നിലവിൽ പോയിട്ടില്ല. അപ്പോൾ അങ്ങനൊരു പ്രതിസന്ധി നിലവിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. 2 ആളുകൾ മത്സരിക്കുന്നു, സ്വാഭാവികമായും ഒരാൾ വിജയിക്കുന്നു, ഒരാൾ പരാജയപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് വേറെ ഒരു സംവിധാനത്തിൻ്റെ ഒരു വലിയ സംവിധാനത്തിൻ്റെ വിജയമായിട്ടോ മറ്റൊരാളുടെ പരാജയമായിട്ടോ അതിനെ കാണുന്നില്ല. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ കെ സുധാകരൻ MP ഇതിനകത്ത് വളരെ ന്യൂട്രലായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. അദ്ദേഹം ഗ്രൂപ്പില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ പാർട്ടിയിൽ ഗ്രൂപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി നിലപാടെടുത്ത ഒരാളാണ് കെ സുധാകരൻ MP. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ എനിക്ക് പ്രതികൂലമായ ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ചുമതലയേറ്റെടുക്കൽ ചടങ്ങിന് ഞാൻ നിർബന്ധമായും ഗസ്റ്റായിട്ട് വരേണ്ടത് KPCC പ്രസിഡന്റാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിസ്സംശയം എന്നോട് 1 മിനിറ്റ് പോലും ആലോചിക്കാതെ ഞാൻ വരും, എൻ്റെ ചുമതലയേറ്റെടുക്കൽ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമാണ്. അതിനുശേഷം ഇന്ന് വരെ ഞങ്ങൾ പല കാര്യങ്ങൾക്കും യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾക്കും KPCC പ്രസിഡന്റ് സമീപിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് തരേണ്ട അംഗീകാരവും യൂത്ത് കോൺഗ്രസിൻ്റെ വികാരവും അതുപോലെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് KPCC പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലും ഒരു പക്ഷപാതത്വം ആരുടെ ഭാഗത്തുനിന്നും ഒരു ഗ്രൂപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ നേരിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഈ ഏതെങ്കിലും തരത്തിൽ ഈ യോഗങ്ങളിലൊക്കെ വലിയ തോതിൽ വിജിൽ മോഹനെ ലക്ഷ്യമിട്ട് ഒരു നീക്കം ഈ നിങ്ങളുടെ മീറ്റിങ്ങുകളിലൊക്കെ യോഗങ്ങളിലൊക്കെ ആരെങ്കിലും നടത്തുന്നതായി തോന്നിയിട്ടുണ്ടോ? ഇപ്പം ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായി ഞാനും മറ്റൊരാളും തമ്മിലൊരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഫർസിൻ മജീദും ഞാനും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹവും ഞാനും തമ്മിൽ പേഴ്സണലി ഒരു ബന്ധമില്ല. ഞങ്ങൾ ഒരു ക്യാമ്പസിൽ ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ വന്ന് പഠിച്ച് ഞങ്ങൾ സുഹൃത്തുക്കളായി അന്നും ഇന്നും തുടരുന്ന ആളുകളാണ്. ചില നിലപാടുകളോട് ചിലപ്പോൾ വിയോജിപ്പുണ്ടാവും. അതിപ്പോൾ എനിക്ക് പോലും ചിലപ്പോൾ ചില നിലപാടുകളോട് വിയോജിപ്പുണ്ടാവും. അത് ഗ്രൂപ്പിൻ്റെ പേരിലുള്ള വിയോജിപ്പായിരിക്കില്ല. ചിലപ്പോൾ ഈ അവതാരകനായ മനോജ് മയിലിനോട് എനിക്കുള്ള വിയോജിപ്പ് ഞാൻ ചിലപ്പോൾ എൻ്റെ വിയോജിപ്പ് ഞാൻ താങ്കളോട് തുറന്നു പറഞ്ഞേക്കാം. പക്ഷെ എന്ന് കരുതി അത് നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ ബന്ധത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തെയോ ബാധിക്കുന്ന തരത്തിലേക്ക് പോകാൻ പാടില്ല. ഏത് വിഷയത്തിലാണോ നമ്മുടെ വിയോജിപ്പ് ആ വിയോജിപ്പ് രേഖപ്പെടുത്തുക. അത് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ആളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ അത് പറഞ്ഞ് ബാലൻസ് ചെയ്തുകൊണ്ട് 2 പേർക്കും കൺവിൻസ് ആയ തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ യോഗങ്ങളിൽ ചില കാര്യങ്ങളിൽ വിയോജിപ്പുകൾ വരാം, ചില വിഷയങ്ങളിൽ വിയോജിപ്പ് വരാം. ആ വിയോജിപ്പ് ആ കമ്മിറ്റിക്കകത്ത് നമ്മൾ പരിഹരിക്കുന്നു എന്നല്ലാതെ അതിൻ്റെ പുറത്തേക്ക് ആ വിയോജിപ്പ് പോകേണ്ട ആവശ്യമില്ല.
പുറത്തേക്ക് എത്തുന്നതായി ഒരു പരാതി ഉണ്ടോ? അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു പരാതി ഇല്ല. അതിപ്പോൾ യോഗങ്ങൾക്കകത്ത് നിന്നുകൊണ്ടുള്ള വിയോജിപ്പുകളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും യോഗങ്ങൾക്കകത്ത് തന്നെ പരിഹരിക്കണം. ഇപ്പോൾ സംഘടനക്കകത്തുള്ള വിയോജിപ്പുകളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനക്കകത്ത് തന്നെ പരിഹരിക്കണം. അതാണ് ഒരു നോർമലായിട്ടുള്ള അല്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ട ഒരു യഥാർത്ഥ രീതി. അതാണ്. അതിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിട്ട് സംഘടനക്കകത്ത് നിന്നത് പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള ആക്ഷേപം എനിക്കില്ല. എന്തായാലും ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പോയാൽ നമ്മൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ശ്രീകണ്ഠാപുരം നഗരസഭയുടെ ഈ വാർഡ് പുനർവിഭജനം ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ വാർഡ് പുനർവിഭജനം എന്നുള്ളത് ഒരു അധികാരം പിടിക്കാനുള്ള ഒരു കുറുക്കു വഴിയായാണോ LDF CPM സ്വീകരിക്കുന്നത്? തീർച്ചയായും. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ വാർഡ് വിഭജനം എന്നുള്ള പ്രപ്പോസലുമായി മുന്നോട്ട് പോയത്. അന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആ വാർഡ് വിഭജനം അവർക്ക് നടത്താൻ വേണ്ടി സാധിച്ചില്ല. ഇപ്പോൾ ശ്രീകണ്ഠാപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അപ്പം വാർഡ് വിഭജനത്തിന് അവർ വെച്ച പ്രപ്പോസലുകളും വാർഡ് വിഭജനം നടത്താൻ പാടില്ല എന്നുള്ളതും കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. അത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഇവർക്കേറ്റ വലിയ തിരിച്ചടിയാണ്. കാരണം 2015 രൂപീകരിക്കപ്പെട്ട ഒരു നഗരസഭ 2011 സെൻസസ് അനുസരിച്ചാണ് അന്ന് വാർഡ് വിഭജനം നടത്തി ആ നഗരസഭയായി രൂപീകരിച്ചത്. അത് വീണ്ടും 2011 ജനസംഖ്യ അടിസ്ഥാനത്തിൽ വീണ്ടും വിഭജിക്കണമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ലോജിക്കില്ലാത്ത കാര്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ കേരളത്തിലുടനീളം ഇവർ നടത്തുന്ന വാർഡ് വിഭജനം അത് മുഴുവൻ LDFന് അനുകൂലമായ രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർ നീങ്ങിയിട്ടുള്ള ഒരു നീക്കമാണ് ഈ പറഞ്ഞ വാർഡ് വിഭജനം എന്ന് പറയുന്നത്. അതിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്നലെ 9 നഗരസഭകളിലെ വാർഡ് വിഭജനം റദ്ദ് ചെയ്തുകൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നത്. അതിൽ ശ്രീകണ്ഠാപുരം നഗരസഭയുടെ ഭാഗത്തു നിന്നും ശ്രീകണ്ഠാപുരം അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു നിയമ പോരാട്ടം അതിന് പിന്നിൽ നയിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീകണ്ഠാപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആ പോരാട്ടം വിജയിച്ചു. ജനാധിപത്യപരമായ ആ പോരാട്ടം വിജയിച്ചു എന്നാണ് ഞങ്ങൾ കാണുന്നത്. ആ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം അവർക്കേറ്റ തിരിച്ചടിയായി തന്നെ ഞങ്ങളതിനെ കാണുന്നു. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥി നിർണയം വലിയ ഒരു നിർണായകമായ ഘടകമാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം തുടക്കത്തിലൊക്കെ സംസാരിച്ചതുപോലെ നിരവധി പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അവർക്കൊക്കെ ഒരു സ്ഥാനം കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും കാര്യങ്ങളുമൊക്കെയാണ്. അപ്പോൾ ഈ പരമ്പരാഗതമായി ഭാര്യ ഭർത്താവ് ഈ രീതിയിൽ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ ഈ സ്ഥാനാർത്ഥികളായി വരുന്നത് ഒരു പ്രതിസന്ധി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇത്തവണ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം എന്തായിരിക്കും? എങ്ങനെയായിരിക്കണം സ്ഥാനാർത്ഥി നിർണയം? സ്ഥാനാർത്ഥി നിർണയം ഓരോ വാർഡുകൾക്കും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യക്തിപരമായി ഒരുപാട് വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആവശ്യമായ കാൻഡിഡേറ്റിനെ പാർട്ടി കണ്ടെത്തണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായം. അതിപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരനായ ഒരു നേതാവിനെ വെച്ച് കഴിഞ്ഞാൽ ആ ഡിവിഷൻ അല്ലെങ്കിൽ ആ വാർഡ് പിടിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ തന്നെ അവിടെ പരിഗണിക്കണം. മഹിളാ കോൺഗ്രസ്സുകാരിയായ ഒരു പ്രവർത്തകയെ വെച്ചിട്ടാണ് നമുക്ക് ആ വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തകരെ അവിടെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടണം. പിന്നെ ഈ പരമ്പരാഗത രീതി എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ കോൺഗ്രസ്സിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. ശ്രീകണ്ഠാപുരം നഗരസഭയിലെ CPMൻ്റെ കോട്ടകുത്തളമായ ഒരു വാർഡിൽ സ്ഥാനാർത്ഥിയായി എന്നെ പാർട്ടി പരിഗണിക്കുമ്പോൾ ഞാൻ ഒരു തരത്തിലുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടല്ല എന്നെ പരിഗണിക്കുന്നത്. അവിടെ ആ വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ യോഗ്യനാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി എന്നെ നിയോഗിക്കുന്നത്. അത് യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലക്ക് യൂത്താണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരനാണെന്നുള്ള നിലക്ക് എനിക്ക് കിട്ടുന്ന പരിഗണനയാണുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള പരിഗണന യൂത്ത് കോൺഗ്രസ്സുകാർക്കും മഹിളാ കോൺഗ്രസ്സുകാർക്കും നല്ല പരിഗണന. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 50% സ്ത്രീ സംവരണമായതുകൊണ്ട് പൂർണ്ണമായും അവരുടെ പ്രവർത്തകരെ പരിഗണിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ യുവജനങ്ങൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ പരിഗണന കിട്ടിയിട്ടുണ്ട്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ആപ്റ്റായ കാൻഡിഡേറ്റായി മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ എവിടെയുണ്ടോ അവിടെയൊക്കെ പാർട്ടി പരിഗണിക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കും. പാർട്ടി അത് നിസ്സംശയം പരിഗണിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ഈ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ആ വാർഡ് പിടിച്ചെടുക്കുക എന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നില്ലേ അവിടെ ശരിക്കും മത്സരിക്കുമ്പോൾ? എന്താണ് വിജിനെ വിജയിപ്പിച്ച ഘടകം എന്തായിരിക്കും? അതിനകത്ത് കുറേ അനുകൂല ഘടകങ്ങളുണ്ട്. അതിനകത്ത് CPIMൻ്റെ സ്ഥാനാർത്ഥിയായി വന്ന ആളുകളോടുള്ള വിയോജിപ്പ് അതിനകത്തൊരു വലിയ ഘടകമാണ്. രണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഈ ചെറുപ്പം എന്നുള്ള ഒരു ഘടകം എനിക്ക് വളരെ അനുകൂലമായി അവിടെ വന്നിട്ടുണ്ട്. പിന്നെ 10-40 വർഷമായി ഒരു പാർട്ടിക്ക് മാത്രം ആധിപത്യമുള്ളൊരു സ്ഥലത്ത് അവിടുത്തെ വികസന മുരടിപ്പ് ആ
തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ചർച്ചയാക്കാൻ വേണ്ടി സാധിച്ചു. ഒരു 40 വർഷം എന്തൊക്കെ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവിടെ CPIM ജയിക്കുകയുള്ളൂ എന്നുള്ള CPM-ൻ്റെ അഹങ്കാരത്തിനേറ്റൊരു തിരിച്ചടിയായിരുന്നു എൻ്റെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത്. ആ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വികസന മുരടിപ്പ് ഞങ്ങൾ ചർച്ചയാക്കി. ആ വികസന മുരടിപ്പിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്തു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പം 4 വർഷം പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ആ വാർഡിനെ ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഏറ്റവും മികച്ച ഡിവിഷനാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് അവിടെ നടത്താൻ വേണ്ടി സാധിച്ചു. 40 വർഷമായി പൂർത്തിയാവാത്ത പല പദ്ധതികളും ഞങ്ങൾക്ക് അവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. പശ്ചാത്തല മേഖലയിൽ, റോഡ് ഉൾപ്പെടെയുള്ള പശ്ചാത്തല മേഖലയിൽ ഞങ്ങൾ സമ്പൂർണ്ണമായും വികസനം കൈക്കൊണ്ട ഒരു വാർഡായി ആ കൈതപ്പുറം ഡിവിഷനെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചു. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലും ജനങ്ങളത് തിരിച്ചറിയും. ഈ വികസനങ്ങൾ കാണും. UDF-ൻ്റെ വികസനങ്ങൾക്ക് അനുകൂലമായ തരത്തിലുള്ള നിലപാടുകൾ ആ വാർഡിലും അതിൻ്റെ സമീപ പ്രദേശത്തുള്ള വാർഡുകളിലും ശ്രീകണ്ഠപുരം നഗരസഭയിലും ഇനിയിപ്പോൾ എവിടെയൊക്കെ അത്തരത്തിലുള്ള വികസനങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ജനങ്ങൾ ആ തരത്തിലുള്ള UDF-ന് അനുകൂലമായ നിലപാടുകൾ ഇനിയുള്ള തെരഞ്ഞെടുപ്പിലും സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയ ആ ഡിവിഷനിൽ ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. മറ്റൊരു വാർഡ് പിടിച്ചെടുക്കാൻ വിജിൽ മോഹൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ശ്രീകണ്ഠപുരം നഗരസഭയിൽ മത്സരരംഗത്തുണ്ടാകും. മറ്റൊരു വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ മത്സരരംഗത്തുണ്ടാവോ ഇല്ലയോ എന്ന് പറയേണ്ടത് ഞാനല്ല. ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടതും പാർട്ടിയാണ്. പാർട്ടി എന്ത് നിലപാടെടുക്കുന്നോ അതിനനുസരിച്ച് പോകും. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കും. എനിക്ക് വ്യക്തിപരമായി അതിനകത്ത് ഒരു താല്പര്യങ്ങളോ എനിക്ക് ഇന്നത് വേണം എന്നുള്ളൊരു ആവശ്യമോ ഞാൻ പാർട്ടിക്ക് മുമ്പോട്ട് വെക്കില്ല. പാർട്ടി ആവശ്യപ്പെടുന്നത് എന്താണോ ആ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ. എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടോ? മത്സരിക്കുന്നതിന് തടസ്സമൊന്നും ഇല്ല. അത് ഞാൻ പറഞ്ഞ പോലെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മത്സരിക്കണമെന്ന് പാർട്ടി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. അതിനകത്ത് മത്സരിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. അപ്പം ഏത് വാർഡും നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്ന് തെളിയിച്ച ആളാണ് വിജിൽ മോഹൻ. നിങ്ങൾ അത്തരം വാർഡുകളിൽ മത്സരിക്കാൻ ഇനി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? അവർ ഏത് വാർഡും നമ്മൾ കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ വിഷയങ്ങൾ പഠിച്ച് അവിടുത്തെ ജനങ്ങളുമായി നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിക്ക് സാധിച്ചാൽ 100% ഏത് വാർഡ് നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ചയാവും. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ചില കാരണങ്ങൾ കൂടി അതിനകത്ത് പരിഗണിക്കും. ആ പരിഗണന ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയാണെങ്കിൽ ഏത് വാർഡും പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി എത്ര വലിയ കോട്ടയാണെങ്കിലും ആ കോട്ടയിലേക്ക് മത്സരിക്കാൻ തയ്യാറായ ഒരു സ്ഥാനാർത്ഥി പോകുന്നുണ്ടെങ്കിൽ 100% വരെ പിന്തുണക്കണം. അവരെ പിന്തുണച്ചുകൊണ്ട് അവർ വിജയിക്കുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ അവർ മുന്നോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ആ വാർഡ് പിടിച്ചെടുക്കുന്നതിന്, ആ വാർഡെന്നല്ല ഇനി ഏത് മണ്ഡലമായാലും അത് പിടിച്ചെടുക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ ITIയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സംഘർഷം അവിടെ നടക്കുന്നു. അവിടെ ഒരു KSU ഒരു യൂണിറ്റ് രൂപീകരിക്കാൻ പോകുമ്പോൾ അതും യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ പ്രവർത്തകരായി നിൽക്കുന്ന ആളുകളെയാണ് ഇങ്ങനെ ശക്തമായ രീതിയിൽ അക്രമം അഴിച്ചുവിട്ട് അവരിപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. യൂത്ത് കോൺഗ്രസ് ആ പ്രശ്നം, ITI പ്രശ്നം, ക്യാമ്പസുകളിലെ ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. തീർച്ചയായും ഞാൻ ആ സംഘർഷം നടന്ന അന്ന് അവരെ ആശുപത്രിയിലെടുത്ത് സന്ദർശിച്ച ഒരാളാണ്. അപ്പോൾ അന്ന് അവരോട് ഞാൻ പറഞ്ഞ മറുപടിയും അതിനുശേഷം എന്നോട് പത്രമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഇത് തന്നെയാണ്. KSUവിന് ആവശ്യമായ പിന്തുണ അതിന് ഏതറ്റം വരെ പോയിട്ടായാലും യൂത്ത് കോൺഗ്രസ് അത് കൊടുക്കും. ഒരു കലാലയത്തിൽ, ഒരു ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലിയ അനീതിയാണ് ഈ നമ്മുടെ കേരളത്തിൽ, ഈ ജനാധിപത്യ സംസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് കാണണം. ഒരു സംഘടനയുടെ കൊടി പിടിച്ചതിൻ്റെ പേരിൽ, സംഘടനയുടെ പേര് പറഞ്ഞതിൻ്റെ പേരിൽ, ആ സംഘടനേൻ്റെ ഒരു പോസ്റ്റിന് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് ഇട്ടതിൻ്റെ പേരിൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് നടക്കുന്നത്? നോർത്ത് ഇന്ത്യയിലൊന്നുമല്ല, കേരളത്തിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ, ഏകാധിപത്യ നിലപാടുകൾ, SFIൻ്റെ നിലപാടുകൾ സ്വീകരിക്കുന്ന കലാലയങ്ങൾ എവിടെയായാലും അവിടെ KSUവിന് പൂർണ്ണ പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് ഉണ്ടാവും. KSUവിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം ഒരുക്കുന്ന തരത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന് ഏത് തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടി സാധിക്കുമോ ആ തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വരും. ഇപ്പോൾ ഈ ITIയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് പൂർണ്ണ പിന്തുണ ഞങ്ങൾ നൽകി. അതിനുശേഷം നടന്ന KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച്, ആ മാർച്ചിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പൂർണ്ണമായ സഹായം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനി പോരാട്ടങ്ങൾ അതിൽ നിന്നും ഇതുവരെയുള്ള പോരാട്ടങ്ങളിൽ നിന്നും നീതി ലഭിക്കുന്നില്ല എങ്കിൽ ഈ പോരാട്ടം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കും. നാളുകളിൽ പാർട്ടി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയും യൂത്ത് കോൺഗ്രസ് ഈ വിഷയം ശുപാർശ ചെയ്യും.
എന്തായാലും വ്യക്തിപരമായ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. നിങ്ങളുടെ വലിയ തോതിലുള്ള ഒരു സോഷ്യൽ മീഡിയ അറ്റാക്കിന് വിധേയനായ ഒരാളാണ് ഞാൻ. എന്താണ് നിങ്ങൾക്ക് കണ്ണൂർ വിഷനെക്കുറിച്ച് എന്നെക്കുറിച്ചുള്ള പരാതി? മനോജ് മയിൽ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്കൊരു പരാതിയില്ല. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അറ്റാക്ക് സ്വാഭാവികമായും ചിലപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളോട് യൂത്ത് കോൺഗ്രസിന് യോജിപ്പുണ്ടാവും. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ചില സമരങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വിഷൻ നൽകിയ വാർത്തയോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു. ഞങ്ങളതിന് ആ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിഷയാധിഷ്ഠിതമാണ് വിയോജിപ്പുകൾ, അല്ലാതെ വ്യക്തിപരമായി ഞാനും നിങ്ങളും തമ്മിലൊരു പ്രശ്നവുമില്ല. ഈ സ്ഥാപനവുമായി കണ്ണൂർ വിഷനുമായി ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ നിലപാടുകൾ തുറന്നു പറയും. ആ നിലപാടുകൾക്കപ്പുറത്തേക്ക് ഏതൊരു മാധ്യമ സ്ഥാപനങ്ങൾക്കും ഞങ്ങൾ നൽകുന്ന സ്വീകാര്യത പോലെ, പരിഗണന പോലെ നിങ്ങൾക്കും നൽകും. നിങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകാനും ഞങ്ങൾക്കൊരു മടിയില്ല. അപ്പോൾ ആ വിഷയങ്ങളിൽ, ചില വിഷയങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നത്, അതിപ്പം ഏത് ചാനലിനോടായാലും, ഇപ്പം മറ്റൊരു ചാനലിനെ സംസ്ഥാന തലത്തിൽ KPCC നിലവിൽ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ആ തരത്തിലേക്ക് ബഹിഷ്കരിക്കുന്ന സാഹചര്യം വരുന്ന ആ ചാനലിനോടുള്ള ഒരു വിയോജിപ്പല്ലല്ലോ, ആ ചാനൽ സ്വീകരിച്ച നിലപാടുകളോടുള്ള വിയോജിപ്പാണ്. ആ നിലപാടുകളോടുള്ള വിയോജിപ്പ് മാത്രമേ നിങ്ങളോടുള്ളൂ. അതായത് വ്യക്തിപരമായോ അല്ലെങ്കിൽ സംഘടനാപരമായോ കണ്ണൂർ വിഷനും യൂത്ത് കോൺഗ്രസും തമ്മിലോ അല്ലെങ്കിൽ മനോജ് മയിലും വിജിൽ മോഹനും തമ്മിലോ യാതൊരു പ്രശ്നവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ രീതിയിലുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയിരിക്കും. തീർച്ചയായും ആ തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റിയത് കൊണ്ടാണല്ലോ ഞാനിപ്പോൾ നിങ്ങൾ വിളിച്ചിരിക്കുന്ന ഈ ഒരു പരിപാടിയിൽ തന്നെ വന്ന് പങ്കെടുക്കുന്നത്. സ്വാഭാവികമായും അന്നുണ്ടായ വിഷയങ്ങൾക്ക്, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിൽ നിങ്ങൾ നൽകിയ വാർത്തയോടുള്ള ഞങ്ങളുടെ വിയോജിപ്പ് ഞങ്ങളത് രേഖപ്പെടുത്തി. അത് തെറ്റായ വാർത്തയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ നിലപാട്. ആ നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചർച്ചയിൽ വരുന്നതും സംസാരിക്കുന്നതും തുടർന്നും നിങ്ങളോട് ബന്ധപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും ആ തരത്തിലാണ്. അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരെ ബോധിപ്പിക്കാനുള്ളത്. എന്തായാലും വിജിൽ മോഹൻ, യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റാണ് വിജിൽ മോഹൻ. അദ്ദേഹം സംഘടനയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമ്മളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതിശക്തമായ പോരാട്ടത്തിലാണ് പ്രതിപക്ഷം സംസ്ഥാനത്താകെയുള്ളത്. ആ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ കണ്ണൂരിൽ നിന്നുള്ള പോരാട്ടം, പല പോരാട്ടങ്ങളുടെയും തുടക്കം കണ്ണൂരിൽ നിന്നാണ്. അത് ഇനിയും തുടരും എന്നും വിജിൽ മോഹൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ അതിഥിയായി കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഇത്രയും നേരം കാര്യങ്ങൾ സംസാരിച്ച വിജിൽ മോഹന് തുടർന്ന് അങ്ങോട്ടും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. സംഘടനാ തലത്തിലും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ തലങ്ങളിലും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ വിജിൽ മോഹന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്ത ഒരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.